വലിയ പ്രതീക്ഷകളാണ് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത്. അതിലേറെ കൂടി നമുക്ക് വലിയ സമ്മർദ്ദവും തലങ്ങും വിലങ്ങും നമ്മുടെ കൂടെ വന്ന സഹകളെയൊക്കെ സ്ഥലം മാറ്റുമ്പോൾ അതിനെന്താണ് ഒരു പരിഹാരം എന്ന് ആലോചിക്കുന്ന ഘട്ടത്തിലാണ് നമുക്ക് ഓൺലൈൻ സ്ഥലം മാറ്റത്തിലേക്ക് പോകണം എന്നൊരു ഡിമാൻഡ് ആ സമ്മേളനത്തിൽ വെച്ചത്. 2017 ഗവൺമെന്റ് തന്നെ ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവിറക്കുമ്പോൾ അതിനനുബന്ധമായി ആ ഉത്തരവിന്റെ ഭാഗമായി ഈ വകുപ്പിൽ സ്ഥലം മാറ്റം ഓൺലൈൻ ആക്കിയാൽ സ്വാഭാവികമായും ഈ വകുപ്പിലെ ജീവനക്കാർക്ക് അന്യായമായ സ്ഥലം മാറ്റം ഒഴിവാക്കാൻ കഴിയും എന്ന ആലോചനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പ്രമേയം പാസ്സാക്കി. ആ പ്രമേയം പാസ്സാക്കി അതിന് പുറകെ മന്ത്രിയെ കണ്ടു. മന്ത്രി തന്നെ പറഞ്ഞത് ഈ സ്ഥലം മാറ്റം ഓൺലൈൻ ആക്കുന്നതായിരിക്കും ആ വകുപ്പിൽ നല്ലത്, എനിക്ക് തലവേദന കുറഞ്ഞിരിക്കും. അതുകൊണ്ട് അടിയന്തരമായി അന്നത്തെ മന്ത്രി ശ്രീമാൻ കെ ടി ജലീൽ നടപ്പിലാക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ ആ മന്ത്രി മാറി പുതിയൊരു മന്ത്രി വരുന്ന സാഹചര്യം ഉണ്ടായി. കേരള പഞ്ചായത്ത് എംപ്ലോയീസ് ഫെഡറേഷൻ അതിന് പുറകെ മാറിയില്ല. നിരവധിയായിട്ടുള്ള കേസുകൾ നടത്തി ഏറ്റവും അവസാനം 2021 974/2021 എന്ന് പറഞ്ഞൊരു ഉത്തരവ് KIT നടപ്പിലാക്കി. അത് വകുപ്പിനെ കൊണ്ട് നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് അതുവരെ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ ഒരു അനുഭവം, പ്രത്യേകിച്ച് നമ്മുടെ അടക്കമുള്ള ആളുകൾക്ക് സ്ഥലം മാറ്റങ്ങൾ അന്യായമായ സ്ഥലം മാറ്റങ്ങളിലേക്ക് പോകുന്ന സന്ദർഭങ്ങൾ, ഏതെങ്കിലും ആളുകൾക്ക് സ്ഥലം മാറ്റം കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഓഫീസിൽ യൂണിയന്റെ ഓഫീസിലോ അല്ലെങ്കിൽ CPMന്റെ ഓഫീസോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാരുടെ ഓഫീസിൽ പോയി നിരങ്ങേണ്ടി വരുന്ന സന്ദർഭത്തിൽ നിന്നും കേരളത്തിലെ 35,000-ലധികം വരുന്ന ഇന്റഗ്രേറ്റ് ചെയ്യപ്പെട്ട വകുപ്പിനകത്ത് ജീവനക്കാരെ മോചിപ്പിച്ച സംഘടനയാണ് കേരളത്തിൽ പഞ്ചായത്ത് എംപ്ലോയീസ് ഫെഡറേഷൻ. നമ്മൾ മനസ്സിലാക്കണം, 1 രൂപ പോലും കൊടുക്കാതെ ജീവനക്കാർക്ക് അതുവരെ ട്രിബ്യൂണലിൽ മാത്രം പോയിക്കൊണ്ട് സ്ഥലം മാറ്റം കിട്ടുമെങ്കിൽ 1 രൂപയുടെ ആനുകൂല്യം മുടക്കാതെ 1 രൂപ മുടക്കാതെ തന്റെ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടർ വഴി ഓൺ ചെയ്ത് അതിനകത്ത് ലോഗിൻ കയറി ഓൺലൈൻ സ്ഥലം മാറ്റം കൊടുത്താൽ കൃത്യമായി അവന് അർഹമായ സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റം കിട്ടുന്ന തരത്തിലേക്ക് കേരളത്തിൽ 35,000-ലധികം വരുന്ന ജീവനക്കാർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് ഈ ചെറിയ സംഘടനയാണ്. അത്തരത്തിൽ നിരവധിയായ പോരാട്ടങ്ങൾ 2017 മുമ്പും അതിനുശേഷവും നമ്മൾ ചെറിയ സംഘടനയാണെന്ന് സഹമൂളപ്പാടോട് പറയുമ്പോൾ പോലും ആ സംഘടന ഉണ്ടാക്കിയിട്ടുള്ള എഫക്ട് എന്താണെന്ന് നമ്മൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയതാണ്. ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞ ഏറ്റവും അവസാനം നമ്മുടെ ഈ സമ്മേളനം ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ പോയപ്പോൾ കഴിഞ്ഞ 3 ദിവസം ഞാൻ പറഞ്ഞു, ഒരു കൊച്ചു പയ്യൻ ഒരു 10, 22, 25 വയസ്സ് താഴെ കാണും. ഞാനിങ്ങനെ ചെറിയ പ്രസംഗം കഴിഞ്ഞ് നിർത്തി ഒരു ചെറിയ സംഭാവന തരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ചെന്നു. ആ പയ്യൻ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് രാഷ്ട്രീയമായ എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, രാഷ്ട്രീയമായ ബന്ധമില്ല. നിങ്ങൾ ഇതിൽ സംഘടന ചേർന്ന് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ജോയിന്റ് കൗൺസിലുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ജോയിന്റ് കൗൺസിൽ മാത്രമാണ് കേരളത്തിൽ വകുപ്പ് കാറ്റഗറി സംഘടന അംഗീകരിക്കുന്ന ഏക സംഘടന. അതുകൊണ്ട് ജോയിന്റ് കൗൺസിലാണ് ഞങ്ങളുടെ മാതൃ സംഘടന എന്ന് പറഞ്ഞു. എനിക്ക് മെമ്പർഷിപ്പ് എടുക്കുന്ന തടസ്സമുണ്ടോ? അപ്പോൾ പയ്യൻ ചോദിക്കുക, ആദ്യമായി എന്റെ ഒരു അനുഭവത്തിൽ ഒരു 10-20 വർഷക്കാലത്തെ സംഘടന ചരിത്രത്തിനിടയിൽ ഒരാൾ എനിക്ക് മെമ്പർഷിപ്പ് തരുമോ എന്ന്, പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയിൽ 101-102 സീറ്റ് വാങ്ങിച്ച് UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അവിടെ നമ്മുടെ പ്രസക്തി എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ, ഈ വകുപ്പിന് ഇങ്ങനെ ഒരു സംഘടന ആവശ്യമാണെന്ന് തിരിച്ചറിയുന്ന ഒരു പയ്യൻ, അവൻ എന്ത് കണ്ടിട്ടാണ് ചാവാൻ വേണ്ടിയാണോ വന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ പറഞ്ഞു, മെമ്പർഷിപ്പ് തരാം. ഞാൻ വീണ്ടും ചോദിച്ചു, വരുമോ എന്ന് ചോദിച്ചു. പ്രക്ഷോഭത്തിനാണെങ്കിൽ ഞാൻ വരും, സ്കോഡിന് പോകാനാണെങ്കിൽ ഞാൻ വരും, നീ സമ്മേളനമാണെങ്കിൽ ഞാൻ വരും, എന്ത് ആവശ്യം എന്നെ വിളിച്ചാൽ ഞാൻ വരും എന്ന് പറയുന്ന തരത്തിലേക്ക് ആ 10-22 വയസ്സുള്ള പയ്യൻ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പഞ്ചായത്തിലേക്ക് ട്രാൻസ്ഫർ ആവുന്ന പയ്യൻ, അവൻ എന്റെ കൂടി ആവശ്യമാണ്, നിങ്ങളെപ്പോലെ സംഘടന ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് 10 രൂപ മെമ്പർഷിപ്പ് വാങ്ങിച്ച് അപ്പം ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ള പറഞ്ഞു. ഞാൻ പറഞ്ഞത് അത് ജീവനക്കാരുടെ ഇടയിൽ തിരിച്ചറിയുന്നുണ്ട്. ജീവനക്കാരുടെ ഇടയിൽ ജോയിന്റ് കൗൺസിൽ എന്താണെന്നും പഞ്ചായത്ത് കേരള LSG എംപ്ലോയീസ് ഫെഡറേഷൻ എന്താണെന്ന് നന്നായി തിരിച്ചറിയുന്ന ആളുകളായി മാറി വരുന്നതിന്റെ ഒരു ലക്ഷണമാണ് ഒരു മെമ്പർഷിപ്പ് ചോദിച്ചു വരുന്ന ഒരു അനുഭവം നമ്മുടെ മുമ്പിൽ. ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ സിവിൽ സർവീസിൽ ജോയിന്റ് കൗൺസിലിന്റെയും KLF-ന്റെയും സ്ഥാനം മുമ്പുണ്ടാക്കിയിട്ട് ഒരുപാട് മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ കേരളത്തിന്റെ സിവിൽ സർവീസ് ഇടയ്ക്ക് ഒരു അജണ്ട തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സംഘടനയായി മാറിയിട്ടുണ്ട് എന്നതാണ് അതിന്റെ കാണിക്കുക. ഞാൻ ഒരു കാര്യങ്ങൾ പോയില്ല. അത്തരത്തിൽ ചെറിയ സംഘടനയാണെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു മാൻ പവർ ഉള്ള സംഘടനയാണെന്ന നിലയിൽ ഈ സംഘടന 2ാമത് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള സഹാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ജോയിന്റ് കൗൺസിലിന്റെ ഏറ്റവും പ്രിയങ്കനായിട്ടുള്ള ആരാധനായിട്ടുള്ള ജനറൽ സെക്രട്ടറി സഖാവ് സജീവനെ ക്ഷണിക്കുകയാണ്. ഒരു കാലത്ത് നമ്മുടെ സർക്കാർ സർവീസ് രൂപീകരിക്കുമ്പോൾ അന്ന് ഇലക്ട്രിസിറ്റി കേരളത്തിൽ ഇതുപോലെ ഉണ്ടായിരുന്നില്ല. വെള്ളക്കാരുടെ ഭരണം, അവരുടെ ഓഫീസർമാർക്ക് കാറ്റ് കിട്ടുന്ന പങ്ക കറക്കുന്ന ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വലിയ പങ്ക, നമ്മുടെ ഇന്നത്തെ പെഡസ്റ്റൽ ഫാൻ പോലൊരു വലിയ ഫാൻ, അത് മനുഷ്യൻ നിന്ന് ചരടിട്ട് വലിച്ച് കറക്കുകയാണ്, കറണ്ടില്ല. അങ്ങനെ
അടിമപ്പണിയിൽ തുടങ്ങിയതാണ്. ഒരുപാട് പേര് ഈ സിവിൽ സർവീസിലേക്ക് അടിമപ്പണിയായി കടന്നു വന്നവരാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അവരെന്ത് പണി കൽപ്പിച്ചാലും അതെല്ലാം ചെയ്യാൻ ബാധ്യതയുള്ളവരായിരുന്നു പഞ്ചായത്തുകളിലെ ജീവനക്കാർ. അത് പഞ്ചായത്തിനകത്തെ ജോലി മാത്രമല്ല, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ, അയാൾക്ക് ചന്തയിൽ നിന്ന് സാധനം വാങ്ങണമെങ്കിൽ അതെല്ലാം ഈ പഞ്ചായത്തിലെ ഏത് ജീവനക്കാരനോടും, ലാസ്റ്റ് ഗ്രേഡ് എന്ന് മാത്രമല്ല, ഏത് ജീവനക്കാരനോടും പറഞ്ഞാൽ അതെല്ലാം ചെയ്യാൻ ബാധ്യതയുണ്ട്. അതെല്ലാം തന്റെ ജോലിയുടെ ഭാഗമാണ് എന്ന് കരുതിയിരുന്ന ഒരു വിഭാഗത്തെ സംഘടിപ്പിച്ച് കേരള പഞ്ചായത്ത് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് മലബാർ സർവീസിൽ പ്രത്യേക സംഘടന ഉണ്ടായിരുന്നു, തിരുവിതാംകൂറിൽ പ്രത്യേകം സംഘടിപ്പിച്ചു. പിന്നീട് ഇന്റഗ്രേഷന്റെ ഫലമായി അത് KPEA എന്ന പ്രസ്ഥാനമായി മാറി. പിന്നീട് ആ പ്രസ്ഥാനം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഉണ്ടായ പിളർപ്പിന്റെ ഭാഗമായി രണ്ടായി നിന്ന് പ്രവർത്തിച്ചു. രണ്ടായി നിന്ന് പ്രവർത്തിച്ചതിനിടയ്ക്ക് നമ്മൾ കുറച്ചുകൂടെ ജനാധിപത്യവാദികളും പിന്നെ ശരിയുടെ ഭാഗത്തുമൊക്കെ നിൽക്കുന്നതായതുകൊണ്ട് അവർ കൂടുതൽ പടർന്ന് പന്തലിച്ചു. കാരണം ഗുണ്ടായുസവും മറ്റ് ഏർപ്പാടുകളും ഒക്കെ ഉണ്ട്. പിന്നെ ഒരേ സംഘടന രണ്ടു പേരിൽ പ്രവർത്തിക്കുന്നതിന്റെ ഒരു അനൗചിത്യം കൊണ്ടാണ് നമ്മൾ പഞ്ചായത്ത് NGO ഫെഡറേഷൻ എന്ന് പറഞ്ഞ് സംഘടനയിലോട്ട് മാറിയത്. ആ സംഘടനയാണ് ഇന്ന് കേരള ലോക്കൽ എംപ്ലോയീസ് അല്ലേ, LSG, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ഫെഡറേഷനായി മാറിയത്. സംഘടനയുടെ രണ്ടാമത്തെ സമ്മേളനം, സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് നടക്കുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുവാൻ എന്നെ ക്ഷണിച്ചതിൽ എന്റെ സന്തോഷവും ഞാൻ ആദ്യമേ തന്നെ അറിയിക്കുന്നു. ആദ്യമേ തന്നെ ഈ സമ്മേളനം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.